ഹലോ സുഹൃത്തെ, നിങ്ങൾ ഇനിയും എത്ര സമയമാണ് കാത്തിരിക്കുന്നത്? ആരെയാണ് കാത്തിരിക്കുന്നത്? നിങ്ങളോട് വരാം എന്ന് പറഞ്ഞേറ്റ് പോയവർ എപ്പോഴാണ് വരുന്നത്? നാളെ എന്ത് അത്ഭുതം സംഭവിക്കുമെന്നോർത്താണ് ഇന്നിനെ വെറുതെ കളയുന്നത്. നിങ്ങൾക്ക് ഉണരാൻ സമയമായി. നിങ്ങൾ നാളേക്ക് മാറ്റിവെച്ച ആ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ അതിൽ നിങ്ങൾ വ്യക്തമായ ഒരു തീരുമാനം എടുക്കണം. പിന്നെ ചെയ്യാം, നാളെ കാണാം, പിന്നീടാകട്ടെ എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കുന്നതൊക്കെയും പിന്നീട് ചെയ്യാൻ നിങ്ങൾ ഉണ്ടാകണമെന്നില്ല. നാളെ എന്ന് പറഞ്ഞ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ആ ശക്തി എന്താണ്? മടി, പേടി, അല്ലെങ്കിൽ ആളുകൾ എന്തു കരുതും എന്നൊക്കെയാണോ? നിങ്ങളെ പിടിച്ചു വെക്കുന്ന ആ ശക്തി എന്ത് തന്നെയായാലും ആ ചങ്ങലക്കുരുക്ക് പൊട്ടിച്ചെറിയാതെ നിങ്ങൾ രക്ഷപ്പെടില്ല. നിങ്ങളിപ്പോഴും നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഇരിക്കുകയാണ്. ഒരുപക്ഷെ ആ കംഫർട്ട് സോൺ നിങ്ങളുടെ പ്രായമേറിയ പിതാവായിരിക്കാം, അല്ലെങ്കിൽ ചോദിക്കുമ്പോഴൊക്കെ എടുത്തു തരുന്ന മാതാവോ സഹോദരങ്ങളോ ആയിരിക്കാം. നിങ്ങൾക്ക് നാണമില്ലേ ആ കംഫർട്ട് സോണിലിരുന്നത് അവർ തരുന്നതും വാങ്ങി സുഖിച്ചിരിക്കാൻ? നിങ്ങളുടെ ചുറ്റുമുള്ള ഈ സുരക്ഷിത വലയം പൊട്ടിക്കാതെ, ഭേദിക്കാതെ, തകർക്കാതെ നിങ്ങൾക്കൊരിക്കലും നിങ്ങളാകാൻ കഴിയില്ല. നിങ്ങളുടെ നാളുകൾ ഇന്നുമാവില്ല. നിങ്ങൾ സ്വന്തം നെഞ്ചത്ത് കൈവച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര നാളുകളാണ് ഞാൻ ഇന്നലകളാക്കി മാറ്റിയത്? സുഹൃത്തെ, ഇനിയെങ്കിലും ഉണരൂ. നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നവർ ക്ഷീണിതരായി തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഇനിയും അവർക്ക് വേണ്ടി കാത്തിരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ നല്ല സമയത്തിന് വേണ്ടിയാണോ കാത്തിരിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല മൂഡിന് വേണ്ടിയാണോ? എങ്കിൽ ആ നല്ല സമയം ഇന്ന് തന്നെയാണ്, ഇപ്പോൾ തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് അതിയായ ഒരാഗ്രഹമുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ അതിൽ വ്യക്തമായി നല്ലൊരു തീരുമാനമെടുക്കണം. കാരണം ഇന്ന് എന്നത് നിങ്ങളുടെ കയ്യിലുള്ളതും നാളെ എന്നത് നിങ്ങൾക്ക് കിട്ടുമോ എന്നറിയാത്തതുമായ ഒന്നാണ്. നാളെ എന്ന വാക്കിന് ഒരുപക്ഷെ നിങ്ങളുടെ ഭാവി തന്നെ ഇല്ലാതാക്കാൻ കഴിയും. ഒന്ന് ഓർത്തു നോക്കൂ, നമ്മൾ ഓരോരുത്തരും എത്ര സമയം വേസ്റ്റാക്കി കളഞ്ഞു. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും നിങ്ങൾ വേസ്റ്റാക്കി കളഞ്ഞ ആ സമയത്തിൽ നിങ്ങൾ തൃപ്തനാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഒരല്പമെങ്കിലും അതിൽ ടെൻഷൻ അല്ലെങ്കിൽ പശ്ചാത്താപമുണ്ടെങ്കിൽ സ്റ്റോപ്പ് വെയിറ്റിംഗ്, സ്റ്റാർട്ട് ഡൂയിങ്. ഒന്നോർക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒരിക്കലും ഒരാളും നിങ്ങളുടെ കൈവെള്ളയിൽ കൊണ്ടുവച്ച് തരില്ല. നിങ്ങൾക്കുള്ളിലെ തീ അണക്കാൻ ചുറ്റിലും എക്സ്ക്യൂസുകളുണ്ടാകും. ആ തീയിനെ ആളിക്കത്തിക്കുക എന്നത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. So you don't waste your time and you do today by Motivation Malayalam.